ഒരബദ്ധം പറ്റിയ ദിവസം കേട്ടോ. രാവിലെ ഓട്ടോയ്ക്കാണ് വന്നത്, വണ്ടി കൊണ്ടുവന്നില്ല ഇന്ന്. അപ്പോൾ ഓട്ടോയ്ക്കാണ് വന്നത് കേട്ടോ. വന്ന് ഇവിടെ കടയിൽ വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് കത്രിക കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്ന കൂടിനകത്തുനിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചപ്പോഴാണ് അയ്യോ കത്രിക എടുത്തില്ലോ എന്ന് ഓർത്തത്. രാത്രി തയ്ക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയതാണ്. 2 കത്രിക ഉള്ളതിൽ ഒരെണ്ണം അത്ര നല്ലതല്ല കേട്ടോ. ഒരെണ്ണം അത്ര മൂർച്ചയൊന്നുമില്ല, ഒരെണ്ണം നല്ല കത്രികയായിരുന്നു. അതും രണ്ടും വീട്ടിലായിപ്പോയി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ചേട്ടൻ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കത്രിക കൊണ്ടുവന്നില്ല, എൻ്റെ കയ്യിലാണ് വണ്ടിയില്ല. അപ്പം ഞാൻ എന്നാ ചെയ്യും, എന്നാൽ ഇനിയിപ്പോൾ ശരി ക്ലീൻ ചെയ്തേക്കാം. കുറച്ച് വലയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് തട്ടുകളെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കാം, തുണിയൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കാം എന്നൊക്കെ വിചാരിച്ച് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും പുതിയ കത്രിക എത്തി കേട്ടോ. അപ്പം ഞാനതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പുതിയ കത്രിക വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആ പകുതി പണിയെല്ലാം നിർത്തി വെച്ചിട്ട് ഇതാണ് കേട്ടോ കത്രിക. അപ്പോഴാണ് ഒരു ഓട്ടോയിൽ ചേട്ടൻ ആ നൂല് മേടിക്കുന്ന കടയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് സാധനം എടുത്ത് വയ്പ്പിച്ചു. എന്നിട്ട് ഒരു പരിചയമുള്ള ഒരു കൊച്ചിനെ വിട്ട് കത്രിക എനിക്ക് എത്തിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കത്രിക. അപ്പോൾ കത്രിക കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേറെ പണികളൊന്നും ചെയ്യേണ്ട, തയ്യൽ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ എടുത്ത തുണികളൊക്കെ അതേപടി തിരിച്ച് റാക്കിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പുറത്തെ തട്ടൊന്നും ചെയ്തില്ല, വൃത്തിയാക്കിയൊന്നുമില്ല, ശരിക്കും മുടക്കിയൊന്നുമില്ല കേട്ടോ. ചുമ്മാ അങ്ങ് തിരിച്ച് കയറ്റി വിട്ടു. അതിൻ്റെ മുറിച്ചൊക്കെ നോക്കുവാണേ. അപ്പം അതെല്ലാം തിരിച്ചു വെച്ചിട്ട് പിന്നെ കുറച്ച് വലയൊക്കെ ഉണ്ടായിരുന്നു, ഓടിച്ചിട്ട് അതൊക്കെ എന്തായാലും തൂക്കണം എന്ന് വിചാരിച്ചതാണ്. അല്ലെങ്കിൽ നാളെ വരുമ്പോൾ ഭയങ്കരമായിട്ട് വല കയറിയിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് ഓടിച്ചിട്ട് തൂത്തിട്ട് വേഗം തന്നെ പണിയാന്ന് ഓർത്തു. തട്ടയിലേക്ക് എല്ലാം തിരിച്ച് കയറ്റി വെച്ചിട്ടോ. കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തട്ടിക്കളഞ്ഞ് എല്ലാം ഒന്ന് നീറ്റാക്കി കളഞ്ഞു. അങ്ങനെ എൻ്റെ ജോലി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയ ദിവസം. ഏതായാലും ഒരു കത്രിക മേടിക്കുമെന്ന് ഓർത്തതായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കൊരു കത്രികയും കിട്ടിയെന്ന് മറന്നുപോയത് ചിലപ്പോൾ ആ കത്രിക മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കുറച്ച് ദിവസമായി എന്നോട് മേടിക്കോ ഒരെണ്ണം മേടിക്കോ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കണ്ടല്ലോ എന്നും പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ അത് മതി, പിന്നെ മറ്റേതാണേലും അത്യാവശ്യം മുറിക്കാം, അത്രയ്ക്കേ ഉള്ളൂ. എന്നാലും അതും ഒരു സഹായമായിരുന്നു. അപ്പോൾ രണ്ടും വീട്ടിലായി പോയ സ്ഥിതിക്ക് എന്തായാലും കത്രികയില്ലാണ്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നേനെ, വണ്ടി വിട്ട് കൊണ്ടൊന്നുമില്ല. ഇപ്പം മഴ സമയങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എന്നും സ്കൂട്ടർ കൊണ്ടുവരാറില്ല കേട്ടോ. മിക്ക ദിവസം തന്നെ ഓട്ടോറിക്ഷയ്ക്ക് വരും. അപ്പോൾ മഴയില്ലാത്തപ്പോഴാണ് സ്കൂട്ടറിന് വരുന്നത്. ചേട്ടനുള്ള ദിവസം ചേട്ടനോട് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ.